അഴിമതി, അക്രമം, സ്വജനപക്ഷപാതം, സമൂഹത്തിലെ അനീതികൾക്കെതിരെയൊക്കെ ജൻസികൾ പ്രക്ഷോഭമുയർത്തുന്നത് ഇന്നത്തെ ലോകത്തിലെ തന്നെ പ്രധാന രാഷ്ട്രീയ കാഴ്ചയായി മാറുകയാണ്. ഒടുവിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയിലും അരാഷ്ട്രീയരെന്ന് മുദ്രകുത്തിയ തലമുറ തെരുവിലാണ്. മേയറെ പരസ്യമായി കൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് പ്രസിഡന്റ് ക്ലോഡിയ ഷെയ്ൻബോമിനെതിരെയാണ് ജൻസിയുടെ മുന്നേറ്റം. വലിയ പ്രതിഷേധമാണ് ഉണ്ടായിരിക്കുന്നത്. സൗമ്യ ആർ കൃഷ്ണ നമുക്കൊപ്പം ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്നും. സൗമ്യ, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ജൻസി എന്ന് പറയുമ്പോൾ ജൻസി ഫോൺ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തലമുറ എന്ന് പറയുമ്പോൾ അവർ ആ ഫോണിനപ്പുറത്തേക്ക് കാണുന്ന ഒരു ലോകവും ജൻസികൾ ശരിക്കും ഇന്ന് ലോകം എങ്ങനെയാണ് നിർണ്ണയിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടങ്ങളിലൊക്കെയാണല്ലേ വൻകരകൾ കടക്കുന്ന ജൻസികളുടെ പ്രക്ഷോഭമാണ്. ഏഷ്യയിൽ പ്രത്യേകിച്ചും കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കാണുന്നത്, ഇന്തോനേഷ്യയിൽ കണ്ടു, ഇതിൻ്റെയൊക്കെ ചെറിയ ചെറിയ തലങ്ങളിൽ കണ്ടിട്ടാണ് ഒടുവിൽ നമ്മൾ നേപ്പാളിൽ വലിയൊരു ദുരന്തം സമാനമായ ഒരു വലിയ സംഘർഷത്തിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇതിൻ്റെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ കാലങ്ങളായി ഇവർക്ക് കുറേ കാലമായി അവർക്ക് നീണ്ട അതൃപ്തി ഇതിലുണ്ട് പല കാര്യങ്ങളിൽ. അത് അഴിമതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ തൊഴിലില്ലായ്മ ആയിക്കോട്ടെ, പല പല പ്രശ്നങ്ങളാണ് ഓരോ സ്ഥലത്തും. പക്ഷെ ഇതിൻ്റെയൊക്കെ ഒരു പാറ്റേൺ ഒരേ രീതിയിലാണ്. അവർക്ക് എപ്പോഴും ഒരു ട്രിഗർ വേണം. ഇപ്പോൾ ഈ പറയുന്ന മെക്സിക്കോയിലെ ട്രിഗറായി വന്നിരിക്കുന്നത് ഉരുവാപ്പൻ എന്ന് പറയുന്ന ഒരു നഗരത്തിലെ മേയറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ്. ഈ കൊലപാതകത്തിന് പിന്നിൽ ഒരു ഡ്രഗ് മാഫിയായിട്ട് ഉള്ള ബന്ധമൊക്കെ ഉണ്ട്. ഈ മെക്സിക്കോയിലെ അമിതമായ ഈ ഡ്രഗ്സിന്റെ ഒരു വിപണി നടക്കുന്നു എന്നുള്ള തരത്തിലുള്ള അതിലുള്ള പ്രതിഷേധവും ഒക്കെയാണ് ഒടുവിൽ ഈ ആളി കത്തിയിരിക്കുന്നത്. ഇത് നേപ്പാളിൽ കണ്ടത് ദീർഘകാലമായി അവിടുത്തെ ഭരണാധികാരികളുടെ വളരെ പൊതുവെ പറയാറുള്ള ഭരണത്തിനെതിരെ പൊതുവെ ഉണ്ടാകുന്ന ആരോപണം ഉണ്ടല്ലോ, ഭരണത്തിനെതിരെ രാഷ്ട്രീയക്കാർക്കെതിരെയൊക്കെ ഉണ്ടാകുന്നത് ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കുന്നു. അത് വെച്ചിട്ട് അവർ നടത്തുന്ന അക്രമം, ആ അനാർക്കി എല്ലാവരും ഏറ്റുവാങ്ങുക, സഹിക്കുക, വീണ്ടും അവർക്ക് തന്നെ വോട്ട് ചെയ്യുക, വിജയിപ്പിക്കുക, ഈ ഒരു രീതി, അതിനെതിരെയാണ് പ്രതിഷേധം നടത്തുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ ആളിക്കത്തുന്നുണ്ട്, ചിലയിടങ്ങളിൽ ആളിക്കത്തിയ പോലെ അണഞ്ഞു പോകുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഇതിന്റെ അനന്തര ഫലം എന്താണ്? അതായത് പലപ്പോഴും പല സ്ഥലങ്ങളിലും, ഇന്തോനേഷ്യയിലടക്കം പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഈ ഒരു വലിയ പ്രതിഷേധത്തിന് ശേഷം വലിയ രീതിയിലുള്ള ഒരു അരാജക സ്ഥിതിയാണ് പല സ്ഥലങ്ങളിലുള്ളത്. അല്ലെങ്കിൽ അസ്ഥിരമാവുകയാണ്, അവിടുത്തെ സർക്കാരുകൾ അസ്ഥിരമാവുകയാണ്. അതാണോ ഒന്ന് നമുക്ക് വേണ്ടത് എന്നുള്ളൊരു ചോദ്യമാണ്. കാരണം ജനാധിപത്യവാദികളായ നമ്മളെ പോലുള്ള ആളുകൾ, ഇന്ത്യയിൽ ജീവിക്കുന്ന മിക്കവരും ജനാധിപത്യവാദികൾ. നമ്മളിതിനെ കാണുമ്പോൾ നമുക്ക് അത്തരത്തിലൊരു രാജ്യത്തിലേക്ക് നീങ്ങണോ, അല്ലെങ്കിൽ ഈ രാജ്യങ്ങളൊക്കെ അങ്ങനെയായി മാറുകയാണ് ചെയ്യുന്നത്. അതിന് പകരം കൃത്യമായ ഒരു സംഘടിതമായ പ്രക്ഷോഭം അവിടെ നടക്കുന്നില്ല താനും. ഒരു കുറേ കുട്ടികൾ ഒരുമിച്ച് ചേർന്ന്, അല്ലെങ്കിൽ ഈ പ്രായപൂർത്തിയാകാത്തവരാണ് കൂടുതൽ പേരും എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 19 വയസ്സ് ആ പ്രായത്തിലെത്തുന്ന ആളുകൾ ഒരുമിച്ച് കൂടുന്നു, വലിയ രീതിയിലുള്ള സംഘർഷം ഉണ്ടാവുന്നു, പ്രതിഷേധം ഉണ്ടാവുന്നു. പക്ഷേ അത് കൃത്യമായ ഒരു സംഘടിതമായ രീതിയിൽ നടക്കുന്നില്ല. വലിയ രീതിയിലുള്ള സംഘർഷം, ആളി കത്തിക്കൊണ്ടിരിക്കുന്ന, അപകടങ്ങൾ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും പരിക്ക് പറ്റുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് എന്ത് സംഭവിക്കുന്നു, എന്താണ് ഇതിൻ്റെയൊക്കെ അനന്തരഫലം? സ്വാമി ചോദിച്ച പോലെ തന്നെ അതാണ്, സംഘടിക്കുന്നുണ്ട്. പക്ഷെ ആ സംഘടിക്കുമ്പോൾ നയിക്കാൻ ആളില്ലാത്തതിന്റെ പ്രശ്നം, പ്രത്യയശാസ്ത്രത്തിന്റെ കുറവ്, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ആശയമില്ലായ്മ, ഒരു സർക്കാരിനെ പൂർണ്ണമായും തകർത്ത് കളഞ്ഞിട്ട് പിന്നെ അടുത്തതെന്ത്, എങ്ങനെയാണ് സ്ഥിരത ഉറപ്പാക്കുന്നത് ഒരു സ്റ്റേറ്റിൽ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് കൂടി ജൻസികൾ മറുപടി കണ്ടെത്തേണ്ടിയിരിക്കുന്നു പ്രക്ഷോഭങ്ങൾ എന്നുള്ളതാണ്. പക്ഷേ ജൻസികൾ എല്ലായിടങ്ങളിലും ഒരു പ്രശ്നത്തിൽ പ്രക്ഷോഭവുമായി രംഗത്തെത്തുന്നുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്.